പാലക്കാട് സ്കൂൾ വിട്ടിങ്ങനെ വരുന്ന സമയത്ത് 2 പ്രിയപ്പെട്ട 4 പ്രിയപ്പെട്ട പെൺമക്കൾ അവിടുന്ന് വാഹനം പിടിച്ചിട്ട് ലോറി ഇടിച്ചിട്ട് അവിടുന്ന് മരിക്കണ്ടായി. ആ പ്രിയപ്പെട്ട പെൺമക്കൾ അല്ലാഹു തആല മഗ്ഫിറത്ത് അല്ലാഹു തആല കൊടുക്കട്ടെ. അല്ലാഹു ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല ഒരുപാട് നന്മകളുടെ ഖബർ അല്ലാഹു തആല കാണിച്ചു കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കാൻ, അവിടെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ രംഗത്ത് വന്ന ഒരുപാട് വല്ലാതെ സങ്കടം നിറഞ്ഞ, അത്ഭുതം നിറഞ്ഞ, കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന വല്ലാത്തൊരു, എൻ്റെ പ്രിയമുള്ളവർ, ഒരു പ്രീതി നിറഞ്ഞ സംഭവം. പക്ഷേ ആയിഷ എന്ന് പറയുന്ന ഒരു പൊന്നുമോളുണ്ടായിരുന്നു. ആ പൊന്നുമോള് മരണത്തെ നേരത്തെ മുൻകൂട്ടി കണ്ടറിഞ്ഞതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ 42ാമത്തെ വയസ്സ് വരെയാണ് ഉമ്മ ഇനി കരയരുത്, ഉമ്മ ഇനി കരയരുത്, ഉമ്മ കരയരുത്, ഉമ്മ കരയരുത്, ഉമ്മ ഇനി ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയമുള്ളവരെ കത്തെഴുതി വെച്ചിരിക്കുക. അവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവിടുന്ന് വീടിങ്ങനെ, അവിടുത്തെ റൂം, പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു കത്ത് ഒരു കവറിലിട്ടിട്ട് അവിടെ കാണുന്നത് ഉമ്മാക്ക് എഴുതിയ കത്ത. ഉമ്മാക്ക് എഴുതിയ കത്ത. പടച്ച റബ്ബേ, അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. ഇന്ന് ആ ഉമ്മ ചിരിക്കുന്നത് കണ്ടിട്ടോ, ആ ഉമ്മാന്റെ മനസ്സ് നിറയുന്നത് കണ്ടിട്ടോ ഇരിക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ആ പൊന്നുമോളില്ല. ഇന്ന് ആരുടെ മണ്ണില, ഇന്ന് ആരുടെ മണ്ണില. പടച്ച റബ്ബേ, റിദ എന്ന് പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയുടെ വാടക വീട്ടിലായിരുന്നു താമസം. അല്ലാഹുവേ, ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പാനെ ഉമ്മാനെ എനിക്ക് നല്ലൊരു വീട്ടിലിരുത്തണം. പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ശമ്പളം ജോലിയെടുത്ത് ശമ്പളം കിട്ടിയിട്ട് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും എനിക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കണം, ആ വീട്ടിലെ സന്തോഷത്തോടെ ഇരുത്തണമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ആഗ്രഹിച്ചു പോയ പൊന്നുമോള ഇന്ന് ആരുടെ മണ്ണില, ഇന്ന് ആരുടെ മണ്ണില. ഒരുപാട് സംഘടനകളും എല്ലാവരും ചേർന്നുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി വീട് നിർമ്മിക്കാൻ ആ പൊന്നുമോളെ വാപ്പയുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ തല താഴ്ത്തി നിൽക്കുന്നു, തല താഴ്ത്തി നിൽക്കാൻ. അല്ലാഹുവേ, ഇതൊക്കെ പൊന്നുമോള് സ്വർഗത്തിൽ വെച്ചിട്ട് കാണുന്നുണ്ടാകും, സ്വർഗത്തിൽ വെച്ചിട്ട് കാണുന്നുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ, അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. അതേപോലെ തന്നെ പടച്ച റബ്ബേ, ഒരു പൊന്നുമോളിന്റെ വീടിന്റെ പണി നടക്കാൻ, വീടിന്റെ പണി നടക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ വീടിന്റെ ടൈൽസും അതേപോലെ തന്നെ അതിന്റെ മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ നാട്ടിലെ സജ്ജീകരണങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുപാട് കൂട്ടായ്മകൾ ചേർന്ന് അവരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ ഏറ്റെടുത്തിരിക്കാൻ. ഒരു വീട്ടിലേക്ക് ആ മയ്യത്ത് കയറ്റാൻ പോലും കഴിയാതെ വന്നു. എന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ വെച്ചിട്ട് അത്ര ആ പൊന്നുമോള് മയ്യത്ത് ഇറങ്ങിയത് അറിയോ നിങ്ങൾക്ക്? അത്രത്തോളം അവസ്ഥയാണ് എൻ്റെ പ്രിയമുള്ളവരെ അവരുടെ. പക്ഷേ ഏറ്റവും സങ്കടപ്പെടുത്തി കാര്യം തരങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ അനുഭവിച്ച ഒരു കുടുംബത്തിന്, ഒരു കുടുംബത്തിന് നമ്മുടെ സർക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വല്ലാത്ത വേദനയേറിയ സംഭവം. ഇവരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് ഒരു താങ്ങായിക്കൊണ്ട് പ്രയാസപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാൻ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല എന്നത്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലാഹുവേ വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത സങ്കടമാണ്. ഒരിക്കലും നമുക്ക് അപകടത്തെ ആ ഡ്രൈവറെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അല്ലാഹുവിന്റെ കലയാണ്, അല്ലാഹുവിന്റെ കലയാണ്. ചിലതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ മുമ്പിലേക്ക് വരും. എപ്പോ മരിക്കുമെന്ന്, എങ്ങനെ മരിക്കുമെന്ന് നമ്മളെ കൊണ്ട്, ഒരാളെ കൊണ്ട് പറയാൻ കഴിയില്ല. അല്ലാഹു തആല ഒരു മനുഷ്യൻ അറിയാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ, അല്ലെ? ഒരു മനുഷ്യനെ അറിയാത്ത, ഒരിക്കലും തന്നെ അവർക്ക് അറിയില്ല ഞാൻ ഇങ്ങനെയായി മരിക്കുക എന്നുള്ളത്. ഒന്നും അവനക്കറിയാം, ഇതൊന്നും അവനക്കറിയാത്ത സംഭവങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പറഞ്ഞത് നാളെ നടക്കുന്നത് മഴ, മരണം, ഇതൊന്നും നമുക്കറിയില്ല എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതൊന്നും. അപ്പോ ഇങ്ങനെയൊക്കെ വല്ലാത്ത ഒരു അത്ഭുതം എൻ്റെ പ്രിയമുള്ളവരെ. അൽഹംദുലില്ലാ, ആ ഒരു കുടുംബത്തിന്റെ ഒരു വേദന വന്നപ്പോൾ ആ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കി ആ കരയുന്നവന്റെ കണ്ണീരൊപ്പാൻ ഇന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ സജ്ജീകരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വല്ലാത്തൊരു ആ ഒരു കൂട്ടത്തിൽ ആ വീഡിയോ ഇങ്ങനെ കണ്ടു നോക്കിയപ്പോൾ അല്ലാഹുവേ, ആ ഒരു വാർത്ത ന്യൂസിൽ എൻ്റെ പ്രിയമുള്ളവരെ, അതിന്റെ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു അവിടുത്തെ ഒരു നേതാവാണ് എൻ്റെ പ്രിയമുള്ളവർ. അദ്ദേഹത്തിന്റെ
ക്യാൻസർ രോഗാണ്. അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആണ്. എന്നിട്ട് പോലും എന്റെ പ്രിയമുള്ളവരെ ഇതുപോലുള്ള സജ്ജീകരണങ്ങൾക്ക്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പന്തിയിലുണ്ട് എന്നറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് വല്ലാതെ ഒരു സന്തോഷം തോന്നി. പാർട്ടിയോ മറ്റോ കാര്യങ്ങളല്ല, ആ മനുഷ്യന്റെ ശരീരത്തിൽ വരെ അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആണ്. അതുവരെ മറന്നുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്നത്. അല്ലാഹുവേ, അതിന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരന്റെ അസുഖം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല ആയുസ്സും ആഫിയത്തും ഖുവ്വത്തും അല്ലാഹുവേ നീ അവർക്ക് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട്, സ്ഥലം കൊടുത്തിട്ട് മറ്റുള്ളവർ നല്ല സ്ഥലങ്ങൾ, നല്ല ആൾ താമസമുള്ള ഒരു വീട്, ഒരു കാടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ മറ്റൊന്നല്ല, എല്ലാ ആളുകളും ചേർന്നിട്ട് സ്ഥലം കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ, വീട് പണി പൂർത്തിയാക്കാൻ ബാക്കിയുള്ള കിണറും അതേപോലെ തന്നെ ടൈൽസും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ആ മക്കൾക്ക് നീ ഖൈർ കൊടുക്കണേ റബ്ബേ, നല്ല മക്കളിൽ നീ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ സഹായിക്കാൻ വേണ്ടിയിട്ട് റബ്ബേ കടന്നു വന്നിരിക്കാൻ. അതിന് പണം കൊടുത്തവർ, സ്ഥലം കൊടുത്തവർ, സാധന സാമഗ്രികൾ കൊടുത്തവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അല്ലാഹ് അവരെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്.